അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ കയ്യിലുള്ള സാധനം വെച്ചിട്ടൊരു ലോഡഡ് ഫ്രൈസ് ആണ്. 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലി കളഞ്ഞ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കോഴിമുട്ട, 1 ടീസ്പൂൺ ഉണക്കമുളക് വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ബൗളിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ മുളക് പൊടി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളക്കുമ്പോൾ ഒന്ന് ഓഫ് ചെയ്യാം. പകുതി വേവാവാൻ പാടുള്ളൂ, നന്നായിട്ട് വേവിച്ചെടുക്കരുത്. അപ്പോൾ അതാ നമ്മളൊന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ചൂടാറാൻ വേണ്ടി നമ്മളൊന്ന് പരത്തി വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് നേരത്തെ എടുത്ത് വെച്ച ഈ പൊടിയിലേക്ക് ഇട്ടെടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാം. നേരത്തെ പകുതി വേവാക്കി വെച്ച ഉരുളൻകിഴങ്ങിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് പാത്രത്തിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത ചിക്കൻ വെച്ചെടുക്കാം. മുകളിൽ കുറച്ച് മയോണീസ് ഇട്ട് കൊടുക്കാം. കുറച്ച് കെച്ചപ്പ് കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു ലെയർ ഇതുപോലെ ചെയ്തെടുക്കുക. അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ.